കുവൈറ്റിലെ സിവിൽ ID കാർഡിലെ താമസവിലാസം പുതുക്കുന്നത് നിയമപരമായി നിർബന്ധമാണ്. താമസം മാറി 30 ദിവസത്തിനകം വിലാസം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 100 കുവൈറ്റ് ദിനാർ വരെ പിഴ അടയ്ക്കേണ്ടി വരും. 2025 ഏറ്റവും പുതിയ സഹേൽ ആപ്പ് അപ്ഡേറ്റ് പ്രകാരം പ്രവാസികൾക്ക് ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ 100% ഓൺലൈനായി പൂർത്തിയാക്കാൻ സാധിക്കും. എന്താണ് സഹേൽ ആപ്പ്? കുവൈത്തിലെ ഔദ്യോഗിക സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഡിജിറ്റൽ ഗേറ്റ്വേ ആണ് സഹേൽ ആപ്പ്. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലഭ്യമാണ്. സിവിൽ ID വിലാസം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ. സഹേൽ ആപ്പ് തുറക്കുക. കുവൈറ്റ് മൊബൈൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. താഴെ കാണുന്ന സർവീസ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി തിരഞ്ഞെടുക്കുക. ദ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ തിരഞ്ഞെടുക്കുക. പേഴ്സണൽ സർവീസ് എന്നതിൽ പോകുക. തുടർന്ന് അഡ്രസ് ചേഞ്ച് ഫോർ നോൺ കുവൈറ്റി എന്നതിലേക്ക് ടാപ്പ് ചെയ്യുക. പുതിയ PACI നമ്പർ നൽകുക. നിങ്ങളുടെ ഫ്ലാറ്റിന്റെ വാതിലിനോ ലിഫ്റ്റിന്റെ സമീപത്തോ കാണുന്ന 9 അക്ക PACI നമ്പർ നൽകുക. ചില റെന്റൽ കോൺട്രാക്റ്റുകളിലും ഈ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നിർബന്ധമായും വേണ്ട രേഖകൾ: അക്കോമഡേഷൻ ഡിക്ലറേഷൻ, റെന്റൽ കോൺട്രാക്ട്, പാസ്പോർട്ട് കോപ്പി, പവർ ഓഫ് അറ്റോർണി. ഇത് ആവശ്യമെങ്കിൽ മാത്രം. ഓപ്ഷണൽ രേഖകൾ: ഉടമസ്ഥാവകാശ രേഖകൾ, പാട്ടത്തിനെടുക്കാൻ അനുമതി, സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ. പ്രധാന നിർദ്ദേശം: രേഖകൾ വ്യക്തവും ആധികാരികവുമാണെന്ന് ഉറപ്പാക്കുക. മറ്റൊരാളുടെ ഫ്ലാറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ NOCയും സിവിൽ IDയും അപ്ലോഡ് ചെയ്യണം. സിവിൽ IDയിലെ പേരും രേഖകളിലെ പേരും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവരുത്. ഡിക്ലറേഷനും സമർപ്പണവും: നൽകിയ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുക. ബന്ധപ്പെട്ട ബോക്സിൽ ടിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതെന്ത് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അപേക്ഷ 3-5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അംഗീകരിക്കപ്പെടും. അംഗീകാരം ലഭിക്കുമ്പോൾ സഹേൽ ആപ്പ് വഴി അറിയിപ്പ് ലഭിക്കും. പുതിയ സിവിൽ ID ലഭിക്കുന്നതിനായി PACI വെബ്സൈറ്റ് വഴി 5 KD ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. സിവിൽ ID വിലാസം മാറ്റുന്നതിനുള്ള ഫീസ് 5 കുവൈറ്റ് ദിനാറാണ്. വിലാസം പുതുക്കാൻ വൈകിയാലുള്ള പിഴ 100 കുവൈറ്റ് ദിനാർ വരെ. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. സിവിൽ ID ഉടമയ്ക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നീതിന്യായ മന്ത്രാലയം അംഗീകരിച്ച പവർ ഓഫ് അറ്റോർണി ഉള്ളയാൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്.